ഒരു ബില്യണയർ അരമണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് $20 കൊടുത്ത് ഒരു ബ്രെഡ് വാങ്ങി. അതായിരുന്നു അദ്ദേഹം രാവിലെ ചെയ്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. കാരണം അവൻ കണ്ടത് ഒരു സാധാരണ ബേക്കറി ആയിരുന്നില്ല, മനസ്സിനെ ആകർഷിക്കുന്ന ഒരു അനുഭവമായിരുന്നു. കണ്ണാടി വിൻഡോയിലുള്ള ഒരു ബോർഡ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദിവസം 25 ലോഫ് മാത്രം, 9 മണിക്ക് മുമ്പേ സോൾഡ് ഔട്ട്. അവന്റെ വാച്ചിൽ സമയം 8:12. ക്യൂ ഇതിനകം തന്നെ പുറത്തേക്ക് നീളുന്നു. പക്ഷേ അവൻ ആ ക്യൂവിൽ തന്നെ നിന്നു. 30 മിനിറ്റിന് ശേഷം കൗണ്ടറിലെ പെൺകുട്ടി ഒരു വില പറഞ്ഞു. സാധാരണ ആളുകൾ ചോദ്യം ചെയ്യുന്ന വില. പക്ഷേ ക്യൂവിലെ ആരും തന്നെ ഒരു എതിർപ്പും കാട്ടിയില്ല. അപ്പോൾ അവനൊരു കാര്യം ശ്രദ്ധിച്ചു. അവൻ അകത്ത് കടക്കുമ്പോൾ പോലും വിശപ്പില്ലായിരുന്നു. കാരണം അവനെ ആകർഷിച്ചത് ബ്രെഡ് ആയിരുന്നില്ല, അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. 3 സ്ട്രീറ്റ് അകലെ ഒരു ചെറിയ സ്മൂത്തി ഷോപ്പ്. അവിടെ വലിയൊരു ഓഫർ ബോർഡ് ഉണ്ടായിരുന്നു, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. പക്ഷേ ഷോപ്പിനുള്ളിൽ ഒരു കസ്റ്റമർ മാത്രം. ബില്യണയർ അകത്ത് ചെന്ന് ഒരു സ്മൂത്തി ഓർഡർ ചെയ്തു. ഓണർ അതിനെ വളരെ ശ്രദ്ധയോടെ കൃത്യമായി തയ്യാറാക്കി. സത്യത്തിൽ സ്മൂത്തി അതിമനോഹരമായിരുന്നു. പക്ഷേ അത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. അതാണ് ദുഃഖം. ബില്യണയർ ചോദിച്ചു, താങ്കൾ എത്ര കാലമായി ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട്? അയാൾ പറഞ്ഞു, 2 വർഷം. എന്നിട്ട് ശൂന്യമായ ഷോപ്പിനെ നോക്കി ഓണർ പറഞ്ഞു, ഓഫർ കൊടുത്തിട്ടും സെയിൽസ് കുറവാണ്. ബില്യണയർ ചോദിച്ചു, ഒരു ദിവസം താങ്കൾ എത്ര സ്മൂത്തി വിൽക്കും? ലക്കുണ്ടെങ്കിൽ 40. ബില്യണയർ ഒരു പേപ്പർ എടുത്ത് എഴുതി, 40 സ്മൂത്തീസ് ഇൻറ്റു $3.5, അതായത് $140 പെർ ഡേ. ഓണർ പറഞ്ഞു, അതാണ് ആളുകളെ കൊണ്ടുവരാൻ ഞാൻ ചെയ്യുന്ന വഴി. ഫുൾ പ്രൈസ് വെച്ചാൽ ആരും വരില്ല. ബില്യണയർ പറഞ്ഞു, നാളെ മുതൽ ആ മെനു അവിടെ നിന്ന് നീക്കം ചെയ്യണം. നിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള 5 സ്മൂത്തീസ് മാത്രം എടുക്കുക. അതിൽ ഓരോന്നും 5 എണ്ണം വീതം മാത്രം ഉണ്ടാക്കുക. അത് തീർന്നാൽ അന്ന് ഷോപ്പ് ക്ലോസ് ചെയ്യണം. ഓണർ ഞെട്ടി. ഞാൻ സ്ഥിരമായി വിൽക്കുന്ന 40 എണ്ണം പോലും വിൽക്കാതെയോ? നിങ്ങൾ എൻ്റെ സെയിൽസ് കുറയ്ക്കാനാണോ ശ്രമിക്കുന്നത്? താങ്കൾ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ എൻ്റെ ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടി വരും. ബില്യണയർ ആ ബോർഡിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതെന്താണ് പറയുന്നതെന്ന് താങ്കൾക്കറിയാമോ? നീ ഡെസ്പറേറ്റ് ആണെന്നാണ്. ഡെസ്പറേഷൻ ഉണ്ടെങ്കിൽ അർജൻസി ഉണ്ടാവില്ല. അർജൻസി ഇല്ലെങ്കിൽ ആർക്കും തന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യവുമില്ല. നാളെ വരാമെന്ന് കരുതും, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വരാതാവും. അവൻ വീണ്ടും എഴുതി, 25 സ്മൂത്തീസ് ഇൻറ്റു $12, അതായത് $300 പെർ ഡേ. സെയിം അവേഴ്സ്, ലെസ് പ്രോഡക്റ്റ്, ഡബിൾ റവന്യൂ. ഓണർ നിശബ്ദമായി നോക്കി. എന്നിട്ട് ചോദിച്ചു, ഞാനൊന്നും വിറ്റില്ലെങ്കിലോ? ബില്യണയർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എല്ലാ സ്മൂത്തീസും വിറ്റുതീരും. കാരണം മനുഷ്യർക്ക് എപ്പോഴും ലഭ്യതയുള്ളത് വേണ്ട, നഷ്ടമാകാൻ സാധ്യതയുള്ളതാണ് അവർക്ക് വേണ്ടത്. 4-ാം ദിവസം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ സ്മൂത്തികളും തീർന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്യൂ ആയി. മാസാവസാനം റവന്യൂ $4200 നിന്നും $9000 ഉയർന്നു. പുതിയ ഓഫർ ഇല്ല, പുതിയ ഫ്ലേവേഴ്സും ഇല്ല. ഓണർ ബില്യണയറെ വിളിച്ചു. ഞാൻ കുറച്ചുണ്ടാക്കി, പക്ഷേ കൂടുതൽ വിറ്റു. ബില്യണയർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കുറച്ചിട്ടില്ല, നീ അതിനെ വിലപ്പെട്ടതാക്കി. സ്മൂത്തി ഒരിക്കലും പ്രോഡക്റ്റ് ആയിരുന്നില്ല, അതിനെ സ്വന്തമാക്കുന്ന അനുഭവം, അതാണ് യഥാർത്ഥ പ്രോഡക്റ്റ്.